ഹലോ ഗായ്സ്, നമ്മൾ ഷോപ്പിലേക്ക് ഞാൻ പോകാൻ നിന്നായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എന്തോ 2 ദിവസമായി ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ തലചുറ്റലായിട്ട്. അപ്പോൾ കാറിൽ നിന്ന് എനിക്ക് നിൽക്കുമ്പോഴത്തേക്കും എന്തോ തലചുറ്റൽ ഫുള്ള് വിളർച്ച പോലെ. അപ്പോൾ 1 മാസം മുന്നേ ഞാൻ തലചുറ്റി വീണിട്ടുണ്ടായിരുന്നു. അപ്പം കാണിച്ചപ്പം ബ്ലഡ് HP എല്ലാം നല്ല കുറവായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്ഥലത്ത് കാണിച്ചു, അന്നേരം പിന്നെ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഇന്ന് തന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടുത്തെ കാഴ്ചകളാണിത്. പിന്നെ കുറേ കിടന്ന് മടുത്ത്. പിന്നെ പുറത്തേക്കൊന്നും വിടൂല എന്ന് പറഞ്ഞ രോഗികൾ, താഴേക്കൊന്നും ഇറങ്ങാൻ വിടില്ല. എന്നാലും കിടക്കുന്നതിൻ്റെ ഒരു പരിധിയില്ലേ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചുമ്മാ ഇറങ്ങി നോക്കുമ്പോൾ ആറിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും തോന്നുന്നു അപ്പുറം ഇപ്പുറമെല്ലാം ഇങ്ങനെ മുണ്ടും തോർത്തൊക്കെ ആറിയിട്ടിട്ട് പേഷ്യൻറ്റിൻ്റെ തോന്നും. ഇങ്ങനെ ആറിയിട്ടിരിക്കുക നമ്മുടെ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് കുറേ ബസ് നിർത്തിയിട്ട്. ഞാൻ വിചാരിച്ചു ഇത് ബസ് സ്റ്റാൻഡാണെന്ന് വിചാരിച്ചു. പക്ഷേ കണ്ണൂർ ബസ് സ്റ്റാൻഡ് ഇങ്ങനെയല്ലല്ലോ, വലിയ ബസ് സ്റ്റാൻഡല്ല. അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ബസ്സാണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കണ്ണൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്പെഷ്യൽ ബസ്. കുറച്ച് ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട്, ദൂരെ നിന്ന് കാണാം. അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്തു. വെറുതെ ഇതാണ് ബീച്ച്, കാണുന്നുണ്ട് ഗൈസ്. അവിടെ നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ പോകണമെന്നുണ്ട്, ഒന്ന് കാണണം. ബീച്ചാണ് അവിടെ കാണുന്നത് ദൂരെ. എന്നിട്ട് ഞാൻ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ എടുത്തപ്പോൾ ദൂരെ കണ്ട ഒരാണുങ്ങൾ കിടന്നുറങ്ങുക. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ഇല്ലേ, ആവശ്യത്തിന് അവരൊക്കെ ഉള്ളൂ. കാരണം വെച്ചാൽ ഇപ്പം പേഷ്യൻ്റെ കൂടെ അവർ രാത്രി തേച്ചുമായിരിക്കും, ഉറക്കം ഉണ്ടാവില്ല. അടുത്തുള്ള പേഷ്യൻ്റൊക്കെ ഇങ്ങനെ കരച്ചിലും പിടിച്ചിലും, ചിലപ്പോൾ അവർ അമ്മയായിരിക്കും, ഭാര്യയായിരിക്കും. രാവിലെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കുണ്ടാവും പാവങ്ങൾ ചുരുണ്ട് കിടന്നിട്ട് ഉറങ്ങുന്നത്. ഇത് അത്യാഹിത വിഭാഗത്തിലാണ് എന്നെ കൊണ്ടുവന്നത്. അവിടുത്തെ റൂമാണിതെല്ലാം. ആംബുലൻസിൻ്റെ ഒച്ച എപ്പോഴും ഒച്ചപ്പാടും ബഹളവും കേൾക്കാൻ മരിക്കുന്നതും കാണാം. അങ്ങനെ ഇനിയിപ്പോൾ എന്തിനെങ്കിലും ബെഡിലേക്ക് സിസ്റ്റർമാർ വന്നിട്ട് സൂചി കുത്താനോ ബ്ലഡ് കുത്താനോ ഇപ്പോഴേ എടുത്ത് ബ്ലഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ കുറേ എണ്ണം കൊണ്ടുപോയി. അപ്പം ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് എന്നെ കാണുന്നില്ല എന്നിട്ട് തിരിച്ച് പോകണ്ടല്ലോ. വീണ്ടും ഞാൻ വന്ന് കിടക്കിലേക്ക് വന്നു. എല്ലാവർക്കും ടാറ്റാ. നാളത്തെ വിശേഷം നാളെ ഞാൻ പറയാലോ.